ഹായ് ഓൾ. ഇത് നമ്മൾ പുതിയൊരു ചാപ്റ്ററിൻ്റെ ഒരു ഫസ്റ്റ് ടോപ്പിക് നോക്കാൻ പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഓർഗൻസ് ആൻഡ് ഇംപ്ലൻറ്റ്സ് ചാപ്റ്റർ മൊഡ്യൂൾ 10 ആണ് നമ്മുടെ സിലബസിൽ. അതിൻ്റെ തന്നെ ബയോ ഇൻഫർമാറ്റിക്സും കുറച്ച് കമ്പ്യൂട്ടേഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഓർഗൻസ് ആൻഡ് ഇംപ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേരിൽ തന്നെ ഉണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ചില ഓർഗൻസും ചില അങ്ങനെ എന്ന് പറയുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഹാർട്ടിനെയോ ലങ്സിനെയോ അല്ലെങ്കിൽ കിഡ്നി എടുത്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ചില മെറ്റീരിയൽസിൽ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നൂതനമായ ഒരു ടെക്നോളജിയാണ്, ഭയങ്കര അപ്കമ്മിങ് ആയിട്ട് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയും കൂടെയാണ് നമ്മൾ ഈ ബയോ എഞ്ചിനീയറിംഗിലെ പ്രോസസ്സസ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലെ പ്രോസസ്സസ്. കുറച്ച് ഇമേജ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അത് എന്തൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഇപ്പോൾ കറൻ്റ്ലി ഉള്ള കുറച്ച് ടെക്നോളജീസ് ആണ് ആ ഇമേജസിൽ ഉള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഒന്ന് നോക്കാം. സോ പ്രോസ്തെറ്റിക്സ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ഒരു മിസ്സിങ് ആയിട്ടുള്ള ഒരു പാർട്ടിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഇതിന്റെ കഥ പറയുകയാണെങ്കിൽ പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ തൊട്ട് പറയാം. പൈററ്റുകൾ കണ്ടിട്ടുണ്ടോ, കണ്ണില്ലാത്ത ആൾക്കാർ കണ്ണ് മൂടി വെക്കുകയും അല്ലെങ്കിൽ നമ്മുടെ കൈ ഇല്ലാത്ത ആൾക്കാർ ഈ സ്റ്റീലിന്റെ പഴയ സിനിമയിലെ പ്രേംനസീറിന്റെ സിനിമയിലെ വില്ലന്മാരൊക്കെ വെക്കുന്ന പോലത്തെ അതൊക്കെ ഒരു പ്രോസസ്സസ് ആയിരുന്നു ഒരു സമയം. പിന്നെ അത് ബയോ കോമ്പാക്റ്റബിൾ അല്ലെങ്കിൽ ഹ്യൂമൻ എഞ്ചിനീയറിംഗ് ഡെവലപ്പ് ആവുകയും അതിനോടനുബന്ധമായിട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ദേ ആർ മാനുഫാക്ചർഡ് ബൈ പ്രോസ്തെറ്റിക്സ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതിന് ഫിറ്റ് ആണ് കസ്റ്റം മെയ്ഡ് ബേസ്ഡ് ഓൺ പ്ലേസ്. ഇത് കസ്റ്റം മെയ്ഡ് ആണ്, ഓരോ പേഷ്യൻറ്റിനും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ദർ ആർ ബേസിക്കലി ഡിസൈൻ കൺസ്ട്രക്ഷൻ ബേസിക്കലി രണ്ട് ടൈപ്പ് ഉണ്ട്. എക്സോ, അതായത് ഇപ്പോൾ ഇതൊരു ഹ്യൂമൻ ബോഡി ആണെങ്കിൽ ഇതിൻ്റെ പുറത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസ്തെറ്റിക്സിനെ നമ്മൾ എക്സോ പറയും, അകത്ത് യൂസ് ചെയ്യുന്ന എൻഡോ എന്ന് പറയും. അപ്പോൾ എക്സോ സ്കെൽറ്റൺ ആൻഡ് എൻഡോ സ്കെൽറ്റൺ ആണ് രണ്ട് തരത്തിലുള്ള പ്രോസ്തെറ്റിക്സ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഒരു ഇമേജ് കാണാം. അപ്പോൾ എക്സോസ്കെൽറ്റൻ പ്രോസ്തെറ്റിക്സ് ആണ് ഞാൻ പറഞ്ഞ പോലെ. പുറത്ത് ഒരു ഷെൽ, ഒരു ഔട്ടർ ലാമിനേറ്റഡ് ഷെൽ, നമ്മുടെ വെയിറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് പിടിച്ച് നിർത്താൻ പറ്റുന്ന ഒരു ഇതിനാണ് എക്സോസ്കെൽറ്റൻ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത്. ആ ഇമേജ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതുപോലെ ഇപ്പോൾ കയ്യിലായാലും നീയിലായാലും ഫൂട്ടിലായാലും നെക്കിലായാലും ഷോൾഡറിലായാലും എവിടെയും പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലാമിനാർ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഔട്ടർ ഷെൽ സപ്പോർട്ടിനാണ് നമ്മൾ എന്ന് പറയുന്നത് എക്സോസ്കെൽറ്റൻ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇതിൽ ഈ ടോപ്പിക് എന്ന് പറയുന്ന പ്രോസ്തെറ്റിക്സ് ആൻഡ് മെറ്റീരിയൽസ് എന്നും കൂടെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രോസ്തെറ്റിക്സ് ആൻഡ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എന്താണ്, ഈ ഷെല്ലുകൾ ഉണ്ടാക്കിയിരുന്ന റെസിൻ സോക്കറ്റ്, റെസിൻ എന്ന മെറ്റീരിയൽ, പിന്നെ ഫില്ലർ മെറ്റീരിയൽ, അതിനെ ഫില്ല് ചെയ്ത് വെക്കുന്ന ചിലപ്പോൾ വുഡ് ഉണ്ടാവാം, ഫോം ഉണ്ടാവാം, പഞ്ഞി പോലത്തെ കുഷൻസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം ഉണ്ടാകാം. ഇതൊക്കെയാണ് ആ ഒരു ആസ്തറ്റിക് അപ്പിയറൻസും കൂടെ വേണമല്ലോ. പുറത്ത് നമുക്ക് വെറുതെ ഈ കാട്ടിക്കൂട്ടിയൊക്കെ പണ്ട് നരൻ സിനിമയിലൊക്കെ മോഹൻലാൽ ഈ ഇത് വെച്ച് കെട്ടുന്ന നമ്മൾ കെട്ടില്ല, അതുപോലെ വൃത്തികേട് നോക്കാതെ നമ്മളതിന് വളരെ കമ്പും തുണിയൊക്കെ വെച്ച് കിട്ടുന്ന പോലെ അല്ല, അത് കുറച്ചും കൂടെ വൃത്തിക്ക് ആസ്തറ്റിക് അപ്പിയറൻസും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ കോൺഫിഡൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുമല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിരിക്കുന്ന ഒരാൾക്ക്. സോ ദെൻ ഇത് രണ്ടാമത് പറഞ്ഞത് ഇത് എൻഡോസ്കെൽറ്റനെ കുറിച്ചാണ്. കണ്ടോ, എക്സോസ്കെൽറ്റൻ എൻഡോസ്കെൽറ്റൻ ഡിഫറൻ്റ് ആണ്. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് നമ്മുടെ ബോഡിയുടെ ഒരു ഇന്നർ പാർട്ടുമായിട്ട് കണക്ട് ചെയ്ത് അകത്തുകൂടെ സപ്പോർട്ട് കൊടുത്തിട്ട് അതുവരെയാണ്. സോ അപ്പോൾ എന്താണ് ഇതിന് ഒരു സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഇന്നർ എക്സോസ്കെൽറ്റൻ ആണ്. പൈലോൺ എന്ന് വെച്ചാൽ ആ ഒരു അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ ബോണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ ബേസിക്കലി കാർബൺ ഫൈബർ കൊണ്ട്, മെറ്റൽ ഓർ കാർബൺ ഫൈബർ. മെറ്റലിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ ഫൈബർ ആണ് ഇവിടെ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഇസ് ലൈറ്റ് ഇന്റേണൽ മോഡുലാർ കമ്പോണന്റ്, നമുക്ക് ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കോസ്മെറ്റിക് അപ്പിയറൻസ് ഇസ് പ്രൊവൈഡഡ് ബൈ ഷേപ്പ് ഫോം കവേഴ്സ്. അതപ്പോൾ ഇതിൻ്റെ കണ്ടോ, ഈ ഒരു കാലിൻ്റെ ഭാഗം പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സ്ട്രക്ചർ അതിൻ്റെ പുറത്ത് വേറൊരു സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. കാരണം ഇപ്പം നമ്മളെ ബോണിന് പകരമാണ് ആ പൈലോൺ എന്ന് പറയുന്ന സാധനം വരുന്നത്. അപ്പോൾ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഈ പെട്ടെന്ന് അലൈൻ ചെയ്യാൻ വളരെ ഈസിയാണ്, അഡ്ജസ്റ്റ്മെന്റ്സിന് ഈസിയാണ്, നമുക്ക് കോമ്പണൻസ് ഒക്കെ ഇന്റർചേഞ്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എൻഡോസ്കെൽറ്റൻ. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു പ്രോസ്തെസിസിലെ കോമ്പണൻസ് ആണ്. അതൊരു മെയിൻ ടോപ്പിക്കാണ്. ഒരു പ്രോസ്തെസിസ് എടുക്കുമ്പോൾ എന്തൊക്കെ കോമ്പണൻസ് വരും. ഫസ്റ്റ് ഇപ്പോൾ ഇത് എൻ്റെ ഈ 4 വിരലുകളില്ലെന്ന് സങ്കല്പിച്ചുള്ളൂ, ഇതില്ലെന്ന് സങ്കല്പിച്ചുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വിരലുകളില്ല അല്ലേ, സോറി, ഇങ്ങനെ ഇല്ല. അപ്പോൾ ഞാനിവിടെ എനിക്ക് വിരലുകൾ വയ്ക്കണം. ഓക്കെ, ഫസ്റ്റ് എന്താണ് വേണ്ടത്? സോക്കറ്റ്, അതായത് ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു സോക്കറ്റ്സുകൾ എനിക്ക് വേണം അല്ലെ, ഇതിനിങ്ങനെ വെക്കുന്ന ഒരു സോക്കറ്റുകൾ വേണം. സോ അത് ബേസിക്കലി പ്ലാസ്റ്റിനും റെസിനും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബോഡി എൻ്റെ വിരലുകൾ അല്ലേ, ഇപ്പോൾ ഇതൊരു ബോഡി ആയിട്ട് കണക്കാക്കിക്കും. ബോഡി ഓഫ് ദ പ്രോസസ്സസ്, ഇതൊരു മെറ്റീരിയൽ ആണെന്ന് കണക്കാക്കി. ഇത് ബേസിക്കലി മെറ്റൽ ആയിരിക്കാം, കാർബൺ ഫൈബർ ആയിരിക്കാം, എന്തുകൊണ്ടും ഉണ്ടാക്കാം. പിന്നെ ഹാർനസ് ആൻഡ് സസ്പെൻഷൻ സിസ്റ്റം. സോ ഇതിനെ ഇവിടെ വയ്ക്കുമ്പോൾ ഒരു സ്പ്രിങ് പോലത്തെ, ഒരു കമ്പ് പോലത്തെ, അല്ലെങ്കിൽ ഇതിനെ കണക്ട് ചെയ്യുന്ന ഇതിനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും സിസ്റ്റം ആണ് അല്ലേ. ഇത് ചുമ്മാ എനിക്കിങ്ങനെ സോക്കറ്റ് വെച്ച് കൊടുത്താൽ പോരല്ലോ, അത് ഇളകി വീഴും.
ഇത് ഈ സോക്കറ്റിനെ ഞാൻ എന്തെങ്കിലും 2 സ്ട്രിങ് വെച്ച് ഇങ്ങനെ ഇവിടെ വെച്ച് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കെട്ടി വെക്കുകയോ, ഈ 5 എനിക്ക് ഇങ്ങനെ കെട്ടി വെക്കാം ഒറ്റ സ്ട്രക്ചറിൽ തന്നെ. പിന്നെ കൺട്രോൾ സിസ്റ്റം, ഇതിങ്ങനെ കൺട്രോൾ ചെയ്യുന്ന വെച്ചാൽ 2 ഇപ്പം ലിവർ പോലത്തെ സിസ്റ്റം ഉണ്ടാവാം. എനിക്കിങ്ങനെ കൈ ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ വലിക്കാൻ പറ്റുന്ന രീതിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ ആവുന്ന രീതിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാവാം. സോ ടെർമിനൽ ഡിവൈസ് ഫോർ ദ അപ്പർ ലിം, ദ ടെർമിനൽ ഡിവൈസസ് ഇസ് ഹാൻഡി. ആൻഡ് എന്താ പറയുക, നമ്മൾ അപ്പർ ലിം എന്ന് പറയുമ്പോൾ ഹാൻഡാണ് ടെർമിനൽ ഡിവൈസസ്. നമുക്ക് എന്തുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാം, എന്തുകൊണ്ട് അതിനെ യൂസ് ചെയ്യാം, അതിനാണ് നമ്മൾ ടെർമിനൽ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് കോമ്പണൻസ് ഓഫ് പ്രോസസ്സസ്. ഇനി ടെർമിനൽ ഡിവൈസസ് ആർ ക്ലാസിഫൈഡ് ആസ് കോസ്മെറ്റിക് ഹാൻഡ്സ്. ഞാനിപ്പോൾ ഫിംഗറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ കേട്ടില്ല, നിങ്ങൾക്ക് അവിടെ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഇതിൽ 2 തരത്തിൽ നമുക്ക് പറയാം. കോസ്മെറ്റിക് ഹാൻഡ്സ്, ബോഡി പവേർഡ് ഹൂക്സ്. നമ്മുടെ ഈ വിരലാണെങ്കിലും ബോഡി കൊണ്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും നമ്മൾ ചലിപ്പിക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സാധനം. അപ്പോൾ ഇത് വോളണ്ടറി ഓപ്പണിങ്, വോളണ്ടറി ക്ലോസിങ്. ഇപ്പം ഇങ്ങനെ വലിക്കുമ്പോൾ ഓപ്പൺ, ഇങ്ങനെ ആക്കുമ്പോൾ ക്ലോസ്, ഇങ്ങനെ ക്ലോസ്, ആ ഒരു സ്ട്രക്ചർ. പിന്നെ എക്സ്റ്റേണലി പവേർഡ് ഹൂക്സ് ആൻഡ് ഹാൻഡ്സ്, മയോ ഇലക്ട്രിക് എന്ന് പറയും. മയോ ഇലക്ട്രിക് അല്ലെങ്കിൽ ബയോണിക് ആം, ഡിജിറ്റൽ ആം എന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിൽ നമ്മൾ ഇതെല്ലാം പ്രവർത്തിക്കുന്ന മസിൽസ് കൊണ്ടാണല്ലേ. അപ്പോൾ മസിൽസിൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത് ഇലക്ട്രോ മയോഗ്രാം, EMG ആണ്. EMG സിഗ്നൽസിനെ ഞാൻ എന്തെങ്കിലും ഒരു സെൻസേഴ്സ് വെച്ച് പിക്ക് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് എൻ്റെ മൂവ്മെൻറ്റിന് എന്ത് സിഗ്നൽസ് ആണ് വേണ്ടത്, എന്ത് വാല്യൂ ആണ് വേണ്ടത്, എന്ത് പാരാമീറ്ററാണ് വേണമെന്ന് വെച്ചിട്ട് ഞാൻ അതിനെ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തനിയെ എൻ്റെ കൈ, എൻ്റെ ശരീരം, എൻ്റെ മസിൽസിൻ്റെ ആ ഒരു ഇങ്ങനെ അത് നമ്മുടെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മോട്ടോർ ന്യൂറോൺസ്, നമ്മുടെ എന്താ പറയുക, ഇവിടുത്തെ നമ്മുടെ ചിന്തകൾ മോട്ടോർ ന്യൂറോൺസിനോട്, സെൻട്രൽ നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ആക്കണം, ഇത് എടുക്കണം, ഇത് വയ്ക്കണം എന്നൊക്കെ തോന്നുന്ന ആ ഒരു തോന്നലിന് ഞാൻ സിഗ്നലാക്കി കൊടുക്കും, ഒരു ആവശ്യത്തിനുള്ള ബേസിക് സാധനങ്ങൾ മാത്രം. അതിനെ എക്സ്റ്റേണലി പവേർഡ് ആയിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെയാണ് മയോ ഇലക്ട്രിക്കും ഡിജിറ്റൽ ആമൊക്കെ വരുന്നത്. ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ കേട്ടോ, എൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ള വൈഫൈ കണക്ഷൻസ്, RFID ടാഗ്, പിന്നെ അതിൻ്റെ സോക്കറ്റും കാര്യങ്ങളും അതിൻ്റെ സംഭവങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ഡയഗ്രാംസ് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് അത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇനിയും സ്മാർട്ട് ഫോൺ എനാബിൾഡ് ഉണ്ട്. ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് തന്നെ സ്മാർട്ട് ഫോണിൽ വെച്ചിട്ട് എൻ്റെ കൈക്ക് പ്രവർത്തിക്കാനോ ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഇതൊരു സിമ്പിൾ സ്ട്രക്ചറാണ്, ഇപ്പോൾ വളരെ ഇവോൾവ് ചെയ്ത് വരുന്ന ഒരു ടെക്നോളജി കൂടിയാണ്. ദിസ് ഇസ് മയോ ഇലക്ട്രിക്കിനെ കുറിച്ച് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. സിഗ്നൽസ്, അത് ഇലക്ട്രോമയോഗ്രാം. അപ്പോൾ ഇവിടുത്തെ പാർട്സ് നിങ്ങൾ നോക്കിയാൽ മതി. പ്രോസ്തസിസ് ഹാൻഡ് ഇവിടെ നിങ്ങൾക്കുണ്ട്, കണ്ടോ. ഇതൊരു സോക്കറ്റ്, അവിടെ നിങ്ങൾക്ക് ഹാൻഡ് ഇവിടെ ഉണ്ട്. ആ ഹാൻഡിനെ സംബന്ധിച്ച് ഇവിടെ ഒരു കൺട്രോളർ ഉണ്ട്, കേട്ടോ. ടെർമിനലായോ, ഓക്കെ, ഇത് കൺട്രോളർ ആയോ. കൺട്രോളർ ഇവിടെ നിന്നും നമുക്ക് എന്താ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇവിടെ ഈ ടെലിമെട്രി കൺട്രോളർ എന്ന് വെച്ചാൽ നമുക്ക് സിഗ്നൽസ് വരാൻ, വൈഫൈ പോലത്തെ എന്തെങ്കിലും കണക്ഷൻസിൻ്റെ ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്കിവിടെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ട്രാൻസ്മിറ്റർ എക്സ്റ്റേണൽ കോയിൽ, ഈ കോയിലാണ് നമുക്ക് എന്ത് പറയുന്നത്, നമ്മുടെ EMG എന്ന് പറയുന്ന സാധനം പിക്ക് ചെയ്യുന്നതും അത് ട്രാൻസ്മിറ്റർ പ്രോസസ്സ് ചെയ്ത് ടെലിമെട്രി കൺട്രോൾ കൊടുക്കുന്നു. ഈ കൺട്രോളും നമ്മളിവിടെ കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ, ഓക്കെ, കൈ മടക്കണം എന്ന് പറയും, ഓക്കെ, കൈ എന്താ പറയുക, കൈ നൂരണം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു, അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം വരുന്നത് ഈ ഒരു ട്രാൻസ്മിറ്ററിലോട്ട് വരും. പിന്നെ ടെലിമെട്രി അതിനെ കൺട്രോൾ ചെയ്യും ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്ത്. സോ ഇതൊരു ഗ്ലൗ ആയിട്ട് യൂസ് ചെയ്ത് എക്സ്റ്റേണലി പവേർഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പല ടൈപ്പ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുമ്പം ചിലപ്പം നമ്മൾ എന്താ പറയുക, മെറ്റൽസ് യൂസ് ചെയ്യാം, ചിലപ്പോൾ കാർബൺ ഫൈബർ യൂസ് ചെയ്യാം, ചിലപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്സ് യൂസ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് EMG അങ്ങ് പിക്ക് ചെയ്ത് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല. അത് ഒരുപാട് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുപാട് തരം റിസർച്ചുകൾ ആ ഫീൽഡിൽ മേഖലയിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും there are some limitations. അത് നിങ്ങളിത് പൗസ് ചെയ്തിട്ട് ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും വായിക്കുക. ചിലപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നുകൂടായികയില്ല. മയോ ഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ആയതുകൊണ്ട് അവിടെ നിന്ന് ചോദിക്കാം. നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാകുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ ഉള്ളൂ. അതൊന്ന് നോക്കുക ഇത് പൗസ് ചെയ്തിട്ട്. ഇനി നമ്മൾ പ്രോസസ്സസിനെ കുറിച്ച് പറയുമ്പോൾ BK ആൻഡ് AK. BK AK എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അതൊരു എന്താ പറയുക, ആംഗിൾ, നമ്മുടെ കാല്, നമ്മുടെ ഫൂട്ടിൽ വരുന്ന കുറച്ച് നമ്മുടെ ലിംബ് പോലത്തെ ആർട്ടിഫിഷ്യൽ ലിംബ്, നമ്മൾ നേരത്തെ എക്സോസ്കെൽറ്റൻ എൻഡോസ്കെൽറ്റൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കണ്ട കുറച്ച് ഇമേജുകൾ ഈ BK AK ഒക്കെ സാധനമാണ്. അപ്പോൾ ഇതിൽ BK AK പ്രോസസ്സസിൽ ബേസിക്കലായിട്ട് വരുമ്പോൾ 2 തരം ഡിഫറെൻറ്റ് കോമ്പണൻസ് വരുന്നുണ്ട്. സസ്പെൻഷൻ, സോക്കറ്റ്, പീസ്, ആംഗിൾ ഫുട്ട് അസംബ്ലി. ഇവിടെ ന്യൂ ജോയിൻറ്റും കൂടെ വരും. ഇത്ര ഡിഫറൻസ് വരുന്നുള്ളൂ. ന്യൂ ജോയിൻറ്റ് എക്സ്ട്രാ വരുന്നുണ്ട് AK-യിൽ. സോ നമുക്ക് നോക്കാം ദ പാർട്സ് ഓഫ് പ്രോസസ്സസ്. കണ്ടോ, സോക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
കണ്ടോ സോക്കറ്റ് കാണാൻ പറ്റുന്നുണ്ട്. സസ്പെൻഷൻ സിസ്റ്റം, തൈ പീസ്, ഷാങ്ക് എന്ന് പറയുന്നത് ഇവിടെ കണക്ട് ചെയ്യുന്ന സിസ്റ്റം, നീ അസംബ്ലി, ഇത് രണ്ടും മൂവബിൾ ജോയിൻസ് ആണ്. അപ്പോൾ അവിടെ ഒരു ഷാങ്ക് നീ അസംബ്ലി വേണം. പിന്നെ ഫൂട്ട് ആംഗിൾ അസംബ്ലി കണ്ടോ. ഇതൊക്കെ പല ഡിഫറെൻറ്റ് ടൈപ്പാണ്. BK പ്രോസസ്സസ് അല്ലെങ്കിൽ PTB പ്രോസസ്സസ് എന്ന് പറയും. പാറ്റലാർ ടെൻഡൺ ബിയറിംഗ്. ടെൻഡൻ എന്ന് പറയുന്നത് നമുക്ക് ടെൻഡൻ, ഫെമർ, ടെൻഡൻ അറിയില്ല. ബോണുകളെ കുറിച്ച് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇതിനെ ട്രാൻസ് ടിബിയൽ സോക്കറ്റ്, സ്റ്റാൻഡേർഡ് ട്രാൻസ് ടിബിയൽ, ടിബിയയിലോട്ട് കണക്ട് ചെയ്യുന്ന സോക്കറ്റ് വേണം. ഇവിടെയാണ് നമ്മുടെ ടിബിയ വരുന്നത്. ആ ടിബിയയിലോട്ട് കണക്ട് ചെയ്യുന്ന സോക്കറ്റുകൾ നമുക്ക് വേണം. ആ സോക്കറ്റിലോട്ട് നമ്മൾ അതിനെ ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പാറ്റലാർ ടെൻഡൻ ബിയറിംഗ് ഏരിയ, ഇവിടെയാണ് ആ ഒരു സസ്പെൻഷൻ വരുന്നത്. പിന്നെ ആ സസ്പെൻഷൻ ഇത് ബോഡി കഴിഞ്ഞാൽ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ടെർമിനലാണ് ഈ ടിബിയ എന്ന് പറയുന്നത്, ടിബിയൽ, ട്രാൻസ് ടിബിയൽ എന്ന് പറയുന്നത്. കണ്ടോ, ടെൻഡനിലോട്ട് വരും. പിന്നെ ദ പാർട്ട് ഓഫ് ദ വെയിറ്റ് ഈസ് ബോൺ ഓവർ കോണ്ടിലാർ ഫ്ലെയർസ്. പിന്നെ നമുക്കത് വെയിറ്റ് തഴിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഫിബിലയും ഡിസ്റ്റൽ എൻഡ്സ് ഓഫ് ദ ടിബിയ ആൻഡ് ഫിബില എന്ത് ചെയ്യും, അതിനെ ടെർമിനലായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ ആക്ട് ചെയ്യും. AK പ്രോസസ്സസ് ട്രാൻസ് ഫെമറലാണ്. അവിടെ ടിബിയലാണ്, ഇത് ഫെമറലാണ്. ടിബിയ, ഫെമർ ശ്രദ്ധിക്കുക. ഇവിടെ ക്വാഡ്രിലേറ്ററൽ, അതായത് 4 സെക്ഷൻ വരുന്ന ഒരു സോക്കറ്റ് ഉണ്ടാകാം, 4 വാൾസ് വരും. അതുകൊണ്ടാണ് അതിനെ ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്നത്. ആദ്യത്തെ വാൾ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ വാളാണ്. പോസ്റ്റീരിയർ വാളിൽ എന്താ പറയുക, ഒരു തിക്കർ മീഡിയലി ദെൻ ലാറ്റർ, ഒരു തിക്കർ വാൾ, ഒരു മീഡിയൽ ലെയർ ആണ്. അതിനെ നമ്മൾ പോസ്റ്റീരിയർ വാൾ എന്ന് പറയുന്നത്. എന്താ പറയുക, അതിൽ ഒരു ഫ്ലാറ്റ് റോളിംഗ്, തൈ ഇരിക്കാൻ വേണ്ടി ഒരു ഫ്ലാറ്റ് റോളിംഗ് സ്ട്രക്ചർ അതിനുണ്ടാകും. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദ പോസ്റ്റീരിയർ വാൾ ഇസ് ഡിറ്റർമിൻഡ് വിത്ത് ദ പൊസിഷൻ ഓഫ് ഇസ്കിയൽ ട്യൂബർസിറ്റി. ഇസ്കിയൽ എന്നുള്ള പാർട്ടിന്റെ ട്യൂബർസിറ്റി വെച്ചിട്ടായിരിക്കും. കണ്ടോ, നമുക്ക് ഇസ്കോ പ്യൂബിക്, ഇവിടെ ഈ പാർട്ടാണ് നമ്മുടെ പ്യൂബിക് പാർട്ട്. ഇതാണ് അതിന്റെ ഈ ഹൈറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന പാർട്ട്. ഓക്കെ, ഇനിയും ആന്റീരിയർ വാൾ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക 5 meters എബോവ് ദ ഹൈറ്റ് ഓഫ് പോസ്റ്റീരിയർ വാൾ. ഈ പോസ്റ്റീരിയർ വാളിൽ നിന്ന് 5 സെന്റിമീറ്റേഴ്സ് മുകളിലോട്ടിരിക്കും. ഇതാണ് ആന്റീരിയർ വാൾ എന്ന് പറയുന്നത്. പിന്നെ റെക്ടസ്, ഫെമറസ് മസിൽസിന്റെ കൂടെ ആയിരിക്കും അത് കൂടുതൽ ലൈ ചെയ്യുന്നത്. പിന്നെ ലാറ്ററൽ വാൾ എന്ന് പറയുന്നത് ഈസ് ആസ് ഹൈ ആസ് ആന്റീരിയർ. ഇവിടെ തന്നെ ലാറ്ററൽ വാൾ വരും. എന്താ പറയുക, ആ പ്രഷർ ബിയർ ചെയ്യാം, വെയിറ്റ് ബിയർ ചെയ്യാം. മീഡിയൽ വാൾ വെർട്ടിക്കലായിട്ട് വരുന്നതാണ്, അതും ടെൻഡനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് തിയററ്റിക്കലി വായിച്ച് നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ആ ഇമേജസിൽ തന്നെ ക്വാഡ്രിലേറ്ററൽ സോക്കറ്റ് എന്താണ്, അത് AKക്കാണ് ക്വാഡ്രിലേറ്ററൽ സോക്കറ്റ് വരുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ സമയം പോകുന്ന ഒരു സാധനമാണ്. നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാകുന്ന രീതിക്ക് ഇമേജസും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബൈലേറ്ററൽ ട്രാൻസ്ഫോമറൽ ആംപ്യൂട്ടേഷൻ, സ്റ്റബ്ബീസ് എന്ന് പറയും. സ്റ്റബ്ബീസ് ഒരു ഫെയിൽഡ് ആർട്ടിഫിഷ്യൽ ഓർഗൻ ആണ് ആക്ച്വലി. ഈ സ്റ്റബ്ബീസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഷോർട്ടർ ദാൻ ദ ഒറിജിനൽ ലിംസിന് ഷോർട്ടർ ആയിരിക്കും. അത് നമുക്ക് ക്ലൈംബിങ്ങിനൊക്കെ ഭയങ്കര ഡിഫറൻറ്റ്, സിറ്റിംഗ് ഇൻ ദ ചെയർ, ക്ലൈംബിങ് സ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്താ പറയുക, പിന്നെ റൊട്ടേഷൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കോസ്മെറ്റിക്കലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള സാധനം. ഇതൊരു ഫെയിലിയർ മോഡലാണ്. അത് എന്തുകൊണ്ട്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ വളരെ എന്താ പറയുക, ഈസി ബാലൻസും എനർജി എക്സ്പെൻഡിച്ചറും കുറവാണ്. എന്നിരുന്നാലും there are some problems which aesthetically affects the bilateral transfemoral amputation. അല്ലെങ്കിൽ സ്റ്റബ്ബീസ് എന്താണെന്ന് ചോദിച്ചാൽ, അത് എന്താണെന്ന് ചോദിച്ചാൽ ബൈലാറ്ററൽ ട്രാൻസ്ഫെമറൽ ആംപ്യൂട്ടേഷൻസിനെയാണ് നമ്മൾ സ്റ്റബ്ബീസ് അല്ലെങ്കിൽ സ്റ്റബ്ബി എന്ന് പറയുന്നത്. ഇനി ആംഗിൾ ഫുട്ട് അസംബ്ലി 2 തരത്തിലുണ്ട്. 2 തരത്തിൽ നമുക്ക് ആംഗിൾ ഫുട്ട് അസംബ്ലി പറയാം. ഒന്ന് നോൺ ആർട്ടിക്കുലേറ്റഡും ആർട്ടിക്കുലേറ്റഡും. നോൺ ആർട്ടിക്കുലേറ്റഡ് എന്ന് പറയുമ്പോൾ പറയാം ജയ്പൂർ ഫുട്ട്, മദ്രാസ് ഫുട്ട് ഭാഗത്ത് വരുന്നത്, സാക്ക്, സേഫ്, ഡൈനാമിക് റെസ്പോൺസ് ഫുട്ട് എന്നങ്ങനെ പല ടൈപ്പ്. ഇതൊക്കെ ഇതിൽ കുറേ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തതാണ്. ഇപ്പം മദ്രാസ് ഫുട്ട് ആയാലും ജയ്പൂർ ഫുട്ട് ആയാലും കുറേയാണ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നോക്കാം. ആർട്ടിക്കുലേറ്റഡ് എന്ന് പറയുമ്പോൾ സിംഗിൾ ആക്സസ്, മൾട്ടി ആക്സസ്. ആർട്ടിക്കുലേറ്റഡ് അതായത് നമ്മുടെ ഫുട്ട് മൂവ്മെന്റിന് ഒരു സൈഡ്, സിംഗിൾ ആക്സസ് എന്ന് പറയുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ മാത്രം ഫുട്ടിനെ അലോ ചെയ്യുന്ന മൂവ്മെന്റിനെയാണ് നമ്മൾ സിംഗിൾ ആക്സസ് എന്ന് പറയുന്നത്. മൾട്ടി ആക്സസ് എന്ന് പറയുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യാം. അതുപോലെ തന്നെ അൺഈവൻ സർഫസിൽ ബെറ്റർ ആയിട്ടൊരു ഫ്രിക്ഷൻ കിട്ടുന്ന ഒരു മൂവ്മെന്റ്, ഒരു അൺപ്രഡിക്റ്റഡ് മൂവ്മെന്റ്സ്, വാക്കിംഗ്, വിയർ ആൻഡ് ടിയർ ഒക്കെ റെഡ്യൂസ് ചെയ്യുന്ന രീതിക്ക് പല മോഷൻസ് കൊടുക്കാൻ പറ്റുന്നത് മൾട്ടി ആക്സസിലാണ്. അപ്പോൾ നോൺ ഡൈനാമിക് റെസ്പോൺസ് ഫുട്ട് അല്ലെങ്കിൽ സാക്ക് എന്ന് പറയുന്നതിൽ നമ്മൾ ഡൈനാമിക് ആർട്ടിക്കുലേറ്റഡ് പറഞ്ഞു, നോൺ ആർട്ടിക്കുലേറ്റഡിൽ വരുന്നത് സാക്ക്. സാക്ക് എന്ന് പറഞ്ഞാൽ സോളിഡ് ആംഗിൾ കുഷൻ ഹീൽ. ഒരു
ഉണ്ടാവും, ഒരു ഫൂട്ട് ഉണ്ടാവും. ആ ഫൂട്ടിൽ കുഷൻസ് വെച്ചിട്ട് നമ്മൾ കുറച്ച് പൊങ്ങുന്ന രീതിക്ക് നമ്മൾ ചെയ്തിരിക്കും. ഇപ്പോൾ കാലൊക്കെ പൊട്ടിപ്പോകുന്ന, ആക്സിഡന്റിൽ പൊട്ടിപ്പോകുന്ന പലർക്കും ഇത് ചെയ്യാറുണ്ട്. അതിൻ്റെ അകത്തൊരു റബ്ബർ ഔട്ടർ സ്ട്രക്ചർ ഉണ്ടാവും, അതിൻ്റെ അകത്തൊരു വുഡൻ ഇന്നർ സ്ട്രക്ചർ ഉണ്ടാവും. അതിൻ്റെ അകത്തോട്ടാണ് കാല് ഇറക്കി വെക്കുന്ന ഒരു ബാലൻസ്, ഒരു കുഷനും കൂടെ കാണും ഈ വുഡിനും റബ്ബറിനും ഇടയ്ക്ക്. അത് ഒരു ഒരു ലോഡ് ബിയറിങ്ങിനൊരു സഹായം കൊടുക്കും. പിന്നെ ക്യാൻവാസ് സ്ട്രാപ്പ് ഉണ്ടാവും അതിനെ ഒട്ടിച്ച് വെക്കാനൊക്കെ. സോ ജയ്പൂർ ഫുഡ് ഇന്ത്യയിലെ ഇതാണ്. അത് റബ്ബർ കോട്ടിങ് വെച്ചും വുഡും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുറച്ചും കൂടെ റബ്ബർ കോറുകളാണ് വുഡിന് പകരം കൂടുതൽ കൊടുത്തേക്കുന്നത്. കുറച്ചും കൂടെ ഒരു കുഷൻ ഡെവലപ്പ് ചെയ്യാനും കുറച്ചും കൂടെ ഇത് ഒരു എന്താ പറയുക ബെയർ ഫുട്ട് വാക്കിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫുട്ട് ആൻഡ് ആംഗിൾ അസംബ്ലി ആയിട്ട് ഈ സാക്സിന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജസിനെ മാറ്റിക്കൊണ്ട് ജയ്പൂർ ഫുഡ് വരുന്നത്. ചീപ്പ് ആൾട്ടർനേറ്റീവ് ആണ് ഈ നമ്മളെ SMS മെഡിക്കൽ കോളേജ് ജയ്പൂരിൽ ഡെവലപ്പ് ചെയ്ത ഒരു ഇതാണ് ജയ്പൂർ ഫുഡ് എന്ന് പറയുന്നത്. എൻസേഫ് സ്റ്റേഷനറി അറ്റാച്ച്മെന്റ് ഫ്ലെക്സിബിൾ എൻഡോസ്കെൽറ്റൻ, കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടി, ഫ്ലെക്സിബിൾ കീൽ എന്ന് പറയുന്ന ഒരു സാധനമാണത്. ഇറഗുലർ സർഫേസസിലൊക്കെ ഒരു പാറ്റേൺ കൊണ്ടുവരാനും അൺഈവൻ ടെറൈനിലൊക്കെ വാക്ക് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ റബ്ബർ ആയിരിക്കും കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ക്യുഷൻ സിലിക്കണൊക്കെ യൂസ് ചെയ്യാം, സിലിക്കണൊക്കെ വളരെ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. മഡ്രസ് ഫുട്ട് ഹീലിനും ഗ്രൗണ്ടിനും ഇടയ്ക്ക് ഒരു സ്പോഞ്ച് ആഡ് ചെയ്തു. ലുക്ക് പോസ്റ്റീരിയർലി കുറച്ചും കൂടെ നല്ലതായിട്ട് ഒരു ആസ്തറ്റിക്കലി ഗുഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇമേജ് കിട്ടിയിട്ടില്ല. പക്ഷെ സാക്ക് ഇറ്റ്സ് എ മോഡിഫൈഡ് ഫോം ഓഫ് സാക്ക്. നമ്മൾ ജയ്പൂർ ഫുഡിന് എന്ത് ഡിസഡ്വാൻറ്റേജസിലാണ് ജയ്പൂർ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിൽ നിന്നും അതിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ഇനി ഡൈനാമിക് റെസ്പോൺസിബിലിറ്റി, ഇത് ഒരുപാട് നമുക്ക് ഇമേജിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാർബൺ ഫൈബർ കൊണ്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. അത് മാത്രമല്ല റീഇൻഫോഴ്സ്ഡ് പോളിമേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് സോക്കറ്റിന്. ഒരു കൈനറ്റിക് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് പൊട്ടൻഷ്യൽ സ്റ്റെപ്സ് വെച്ച് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്പ്രിങ്ങും അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ജമ്പ് ചെയ്യാനും അത്ലറ്റിക്സിന് ഓടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ഈ ഡൈനാമിക് റെസ്പോൺസ്, DRF എന്ന് പറയുന്ന സാധനം. അപ്പം ഇവിടുത്തെ മെറ്റീരിയൽ കാർബൺ ഫൈബറും റീഇൻഫോഴ്സ്ഡ് പോളിമേഴ്സും ആൾക്കാരാണ്. ഇവിടെ ഒരു ഫിസിക്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിനെ ഒരു ബയോമെമിക് എന്നൊരു സാധനം കൂടെ നമുക്ക് ഇവിടെ പറയാം. ഇത് അത്ലറ്റിക്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇത്രയാണ് ബേസിക്കലി നമ്മൾ ഇനി ഫുട്ട് ആംപ്യൂട്ടേഷൻസിനെ കുറിച്ച് നോക്കി. നമ്മൾ പല ടൈപ്പ് ഓഫ് എൻഡോസ്കെൽറ്റൻ എക്സോസ്കെൽറ്റൻ പ്രോസസ്സസിനെ കുറിച്ച് നോക്കി. അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതിൽ നമുക്ക് മെറ്റീരിയൽസിനെ കുറിച്ച് ഒരു സമ്മറി പറയുകയാണെങ്കിൽ ബേസിക്കലി റബ്ബർ, കാർബൺ ഫൈബർ, മെറ്റൽ, പ്ലാസ്റ്റിക്സ്, വുഡ്, റീഇൻഫോഴ്സ്ഡ് പോളിമേഴ്സ്, റെസിൻസ്, പിന്നെ ക്ലോത്ത് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. Which type of processes is typically used with patients who have transfemoral രണ്ടാമത്തെ സാധനം ഏതായിരുന്നു? ട്രാൻസ്ഫെമറൽ എബോ നീ പ്രോസസ്സസ്, നീയുടെ എബോ ഉള്ള പ്രോസസ്സാണ് ട്രാൻസ്ഫെമറലുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ബിലോ നീ വരുന്നത് TPL പ്രോസസ്സാണ്, നീ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എബോ നീ പ്രോസസ്സസ്. And the second is, what is the primary benefit of using carbon fiber in the construction of prosthetic limbs? വളരെ ഈസി ആയിട്ട് നമ്മളിപ്പോൾ ഡൈനാമിക് ഫീറ്റിൽ പറഞ്ഞ കാര്യമാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, സ്ട്രോങ് ആയിരിക്കും. നമ്മൾ എഞ്ചിനീയറിംഗിൽ ബയോമിമിക് ക്യാരക്ടർ ഉണ്ടായില്ല, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി കോറിലേഷൻ ഉള്ളത് കൊണ്ട് they have a mimicking property and basically it is lightweight and strong. And third, which material is commonly used in the socket of a prosthetic limb to provide comfort and reduce friction? ഇത് നമുക്ക് അതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തില്ല, ഞാൻ പറഞ്ഞു പോയി. അതിൻ്റെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ സിലിക്കണാണ്. സിലിക്കൺ ഒരു എന്താ പറയുക, ഒരു ടൈപ്പ് ഓഫ് വളരെ സ്മൂത്ത്, നമ്മുടെ സ്കിന്നുമായിട്ട് ഭയങ്കര ചേരുന്ന ഒരു സാധനമാണ്. സോ ഈ കൂട്ടത്തിൽ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് തോന്നുന്ന മെറ്റീരിയൽ സിലിക്കൺ തന്നെയാണ്. സോ യു കെൻ ചൂസ് ദാറ്റ്. And fourth one is myoelectric processes is controlled by, വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം, EMG, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഫ്രം മസിൽസ്. അല്ലെങ്കിൽ EMG എന്ന് ചോദിച്ചാൽ അതും നമുക്ക് ആൻസർ തന്നെയാണ് കേട്ടോ. ഇത് നോക്കി വെക്കുക. The next is, what is the main advantage of a transtibial prosthesis over a transfemoral prosthesis? TBL ഫെമറിന് ഓവറുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. TBLന് ഫെമറിന് മുകളിലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? സ്റ്റെബിലിറ്റി ഇതൊന്നുമല്ല, ഇൻക്രീസ് റേഞ്ച് ഓഫ് മോഷൻ ആൻഡ് എനർജി എഫിഷ്യൻസി. കാരണം നമ്മൾ മറ്റേ നമ്മുടെ പെൽവിക് പാർട്ടിൽ നിന്ന് കണക്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ സോക്കറ്റ് ഒക്കെ വരുന്നതുകൊണ്ട് വളരെ ബയോമെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം ഇൻക്രീസ് റേഞ്ച് ഓഫ് മോഷൻ ആൻഡ് എനർജി എഫിഷ്യൻസി. The term osseointegration in prosthesis refers to, see, osteo എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ബോണിനെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്.
ബോൺ അവിടെ ഒരു പാർട്ടാണെന്ന് നോക്കുക. അപ്പോൾ എന്താണ് പറയുന്നത്, ഇവിടെ ബോൺ അവിടെ വരുന്നതാണ്, ലിവിങ് ബോൺ എന്ന ഒരു സാധനം വന്നു അല്ലേ. വേറെ എവിടെയെങ്കിലും ബോൺ വന്നിട്ടുണ്ടോ? അല്ല, ലിംബും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. സോ ദ ഡയറക്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കണക്ഷൻ ബിറ്റ്വീൻ ലിവിങ് ബോൺ ആൻഡ് ദ സർഫസ് ഓഫ് ലോഡ് ബിയറിംഗ് ആർട്ടിഫിഷ്യൽ ബോൺ ആയിട്ട് കണക്ട് ചെയ്തതാണ്. സോ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ ബി എന്ന് നമുക്ക് പറയാം. ഓക്കെ. And which material is often used in high performance prosthetic limb design for athletics? എന്താണ് ചോദിച്ചിട്ടുള്ളത്? കാർബൺ ഫൈബർ. വളരെ സിമ്പിൾ. ഡൈനാമിക് ഫുഡ് നമ്മൾ നോക്കിയില്ലേ, ഡൈനാമിക് ഫുഡിലാണ് നമ്മളത് കൂടുതൽ നോക്കിയത്. ഓക്കെ. സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രോസ്തറ്റിക് ലൈനർ? ഇത് നമുക്കവിടെ വന്നിട്ടില്ല, പക്ഷെ നമ്മൾ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ട്. ലൈനിങ് എന്തിനാണ് തുണിക്ക് ലൈനിങ് വെക്കുന്നത്? സാരിക്കൊക്കെ ലേഡീസ് ലൈനിങ് വെക്കാറുണ്ട്. ഈ ലൈനിങ് എന്തിനാണ് വെക്കുന്നത്? ഒരു എഡ്ജിനെ എന്താ പറയുക, ആ ഒരു സ്റ്റിഫ്നെസ് കുറയ്ക്കാൻ, കുഷനിങ് ചെയ്യാൻ അല്ലേ. സോ the provide cushioning layer between the residual limb and prosthetic socket. So ഇത് ഔട്ട് ഓഫ് ദ ഇതായതുകൊണ്ട് അപ്ലിക്കേഷൻ ലെവലാണ് അത് ഞാൻ ചൂസ് ചെയ്തത്. ആ ക്വസ്റ്റ്യൻ ചൂസ് ചെയ്തതാണ്, അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. സോ യു ക്യാൻ കീപ്പ് എ ട്രാക്ക് ഓൺ ഇറ്റ്. ഓക്കെ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇംപ്ലാന്റ്സ്. അതിൻ്റെ കുറച്ച് മെറ്റീരിയൽസ്, വളരെ കുറച്ച് മെറ്റീരിയൽസ് ഉള്ളൂ, വളരെ കുറച്ച് ടൈപ്സേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് MCQs നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക്. ഇതിൽ നിന്നും കുറച്ചും കൂടെ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റും ഈസി ആയിട്ട്. സോ താങ്ക് യു.